ഏകാന്തത എന്ന വാക്ക് നമ്മളെല്ലാവരും കേൾക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് അല്ലേ? ഏകാന്തത. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ഏകാന്തതയും ഒന്നിനും കൊള്ളരുതാത്ത ഒരാളാണ് ഞാനെന്നും ആർക്കും വേണ്ടാത്ത ഒരാളാണ് ഞാനെന്നും എന്ന ചിന്തയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ എന്ന്. സോളിറ്റ്യൂഡ് എന്നും ലോൺലിനെസ് എന്നും രണ്ട് വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകാന്തത എന്നതാണ്. എന്നാൽ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മുടെ ബിസി ലൈഫിനിടയ്ക്ക് ഒറ്റയ്ക്കിരിക്കണം, ഈവൻ ഫോണ് പോലും ഇല്ലാതെ, ഒരു ബന്ധങ്ങളുടെ കെട്ടുപാടുകളും ഇല്ലാതെ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി താമസിച്ച് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന ചിന്ത ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ചിലർ അങ്ങനത്തെ ഒരു ലൈഫ് ആസ്വദിക്കുന്നതും ഉണ്ടാവാം. നമ്മുടെ ആ ബിസി ഷെഡ്യൂൾ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി അത്തരം ഒരു യാത്രകളൊക്കെ പോകുന്ന ആളുകളും ഈ കേൾക്കുന്ന കൂട്ടത്തിലുണ്ടായിരിക്കാം. അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്ക് കഴിവുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ലോൺലിനെസ്. അതൊരു വല്ലാത്ത സങ്കടകരമായ ഒരവസ്ഥയാണ്. ഒരിക്കലും അതിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ജീവിതാവസാനത്തിൽ ഇടയ്ക്കെങ്കിലും നമ്മൾ ഒരു ഏകാന്തതയിലേക്ക്, ലോൺലിനെസ്സിലേക്ക് നമ്മൾ പോവേണ്ടി വരും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഏകാന്തതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് താളം തെറ്റാതെ, നമ്മളാകെ തകർന്നു പോവാതെ, തളർന്നിരിക്കാതെ എങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടെ ഏകാന്തതയെ നേരിടാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്, നോക്കാറുണ്ട്, പല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പല കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയ ചെറിയ കാര്യങ്ങൾ, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് തോന്നുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോവുമായി വന്നിരിക്കുന്നത്. നമ്മളുടെ നല്ല കാലങ്ങളൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ ചിലവാക്കുന്നു. പക്ഷെ അവരൊക്കെ ഒരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ജോലിയുടെ തിരക്ക്, ജീവിത സാഹചര്യങ്ങൾ എന്നതിലൊക്കെ പെട്ട് അവരുടേതായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരാറുണ്ട് ഏകാന്തമായ ഒരു ജീവിതം, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ഞാനും നിങ്ങളും അതേ അവസ്ഥയിലൂടെ, ഏത് തരത്തിൽപ്പെട്ട ആളുകളായാലും ഇതേ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. നമുക്ക് പണമില്ലാഞ്ഞിട്ടോ, സ്വാധീനമില്ലാഞ്ഞിട്ടോ, വീടില്ലാഞ്ഞിട്ടോ, ഭക്ഷണമില്ലാഞ്ഞിട്ടോ അല്ല. ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാകുമെങ്കിലും ഒരു വലിയ ആഡംബരം നിറഞ്ഞ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയും ഒരേ തരം ഏകാന്തതയാണ്. നമ്മളോട് കൂട്ടുകൂടാൻ ആരുമില്ലാതെ, സംസാരിക്കാൻ ആരുമില്ലാതെ, നമുക്കാരും കാണാനും കേൾക്കാനും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെ പോകുന്നതും ഒരു ഏകാന്തത തന്നെയാണ്. അപ്പം അത്തരം ഒരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ അവസ്ഥയിലൂടെ പോവണമെന്നതും ഒരു തീരുമാനം തന്നെയാണ്. അത് ഏതൊരു മനുഷ്യനും ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ ഒരു ബിസി ലൈഫിനിടയ്ക്ക്. അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും പോവേണ്ട ആ ഒരു ലൈഫ് നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ, അതിനെയും നമ്മൾ പുഞ്ചിരിയോടുകൂടെ നേരിടണമെങ്കിൽ, നമ്മൾ ആഡംബര ജീവിതത്തിൽ നിന്ന് ലളിത ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോരണം. എല്ലാം ആഡംബരമായി കാണാതെ എല്ലാം ലളിതമായി കാണാൻ പഠിക്കണം. ലളിതമായി ചിന്തിക്കാൻ പഠിക്കണം. എല്ലാവരോടും കൂട്ടുകൂടാൻ പഠിക്കണം. എല്ലാവരിലുമുള്ള നന്മകൾ നമ്മൾ കാണാൻ ശ്രമിക്കണം. മൃദുവായി സംസാരിക്കാൻ പഠിക്കണം. എല്ലാ വ്യക്തികളിലുമുള്ള നന്മകൾ എന്തൊക്കെയാണോ അത് നമ്മളുടെ ലൈഫിലും നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നല്ലത് ചിന്തിക്കണം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുക, അവരോടൊപ്പം കൂട്ടുകൂടുക, കുട്ടികളുമായി സംസാരിക്കുക, കുട്ടികളുമായി കൂട്ടുകൂടുക, കളിയിലും ചിരിയിലും ഏർപ്പെടുക. നമ്മുടെ മനസ്സ് ഏകാന്തതയിൽ നിന്നും പതിയെ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും.
ഇതിനേക്കാളൊക്കെയേറെ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹൃദയം തുറക്കാൻ പറ്റുന്ന, നമ്മുടെ ഹൃദയവേദനകൾ കണ്ണുകളിലൂടെ, മുഖങ്ങളിലൂടെ, നമ്മുടെ കൈ പിടിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് നമ്മുടെ വെളിപ്പുറത്തുണ്ടെങ്കിൽ അവർ നമ്മളെ എപ്പോഴും കാണണമെന്നില്ല, എപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരണമെന്നില്ല. പക്ഷേ എൻ്റെ വിഷമങ്ങൾ കണ്ടറിയാൻ, എനിക്കാവശ്യമുള്ളപ്പോൾ ഞാൻ തേടിച്ചെല്ലാതെ എൻ്റെ മനസ്സ് കണ്ടറിയാൻ കഴിയുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, അത്തരം ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുകളയാതെ അവരെ കൂടെ ചേർത്ത് നിർത്തുക. ബന്ധങ്ങളെക്കാളൊക്കെയേറെ നമുക്കെപ്പോഴും ഒരു ഔചിത്യവുമില്ലാതെ കൂടെ കൂട്ടാൻ നല്ലത് നല്ല സൗഹൃദങ്ങൾ തന്നെയാണ്. അപ്പം നല്ല സൗഹൃദ ബന്ധങ്ങളെന്നും കീപ്പ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എങ്ങനെയാണ് ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല സുഹൃത്താവേണ്ടത് എന്നത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളോടാണെങ്കിലും സൗഹൃദങ്ങളോടാണെങ്കിലും എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി പെരുമാറുക, ലളിതമായി പെരുമാറുക. നമ്മുടെ ആർഭാടം കാണിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മൾ എന്ന വ്യക്തിയെ കാണിക്കാനാണ്, നമ്മളുടെ പോസിറ്റീവ് മൈൻഡ് കാണിക്കാനാണ് വ്യക്തിബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും നമ്മൾ ശ്രമിക്കേണ്ടത്. അനാവശ്യമായി ആഡംബരങ്ങൾ നമ്മൾ കണ്ടു വളരുമ്പോൾ, ആഡംബരങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു നിമിഷം അതില്ലാതെ പോകുമ്പോൾ, ലളിതമായി ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു വലിയ നഷ്ടബോധം തോന്നും. അപ്പം അത്തരം ഒരു നഷ്ടബോധത്തിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ആഡംബരത്തിൽ നിന്ന് ലളിതമായ ജീവിതത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരിക. ഒരുപാടുണ്ടെങ്കിലും ആ ഉള്ള കാര്യങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഹാപ്പിയായി ജീവിക്കാൻ, ഉള്ളതുകൊണ്ട് ഹാപ്പിയായി ജീവിക്കാൻ നമ്മൾ പഠിക്കുക. മറ്റുള്ളവനേക്കാൾ ഏറെ ഞാൻ ഉണ്ടാക്കണം, മറ്റുള്ളവരേക്കാൾ ഏറെ എനിക്ക് കാണിക്കണം എന്ന വാശിയല്ല വേണ്ടത്. ലളിതമായി ചിന്തിക്കാനും മൃദുവായി സംസാരിക്കാനും നല്ല ബന്ധങ്ങളെ കീപ്പ് ചെയ്യാനും എല്ലാവരിലും നന്മ കാണാനും നമുക്ക് കഴിയണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നമുക്ക് തരും. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമ്മുടെ ജീവനും സ്വത്തിനും പരിരക്ഷ തരും. ഇതൊക്കെ സംഘടനയോ ഗവൺമെൻറ്റോ നമുക്ക് തരുന്നതാണ്. എന്നാൽ ഏകാന്തതയെ ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരു ശരീരം, അതൊരു ഗവൺമെൻറ്റും നമുക്ക് തരില്ല, ഒരു സംഘടനയും നമുക്ക് തരില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഫലമാണ്, റിസൾട്ടാണ് അവസാന കാലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ, നമ്മുടെ ഫാമിലിയിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ, നമ്മുടെ ബന്ധങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ, സെലക്റ്റീവായിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നും എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ തന്നെ തുടർന്ന് ജീവിക്കാൻ, തുടർന്നുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്, നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ആ പരുവപ്പെടുത്തിയെടുക്കുന്നത് പോസിറ്റീവായാൽ ഏത് ഏകാന്തതയും നമുക്കൊരു പുഞ്ചിരിയോടുകൂടെ നേരിടാനും, ആ ഏകാന്തതയിൽ തളർന്ന് കരഞ്ഞിരിക്കാതെ, സങ്കടപ്പെട്ടിരിക്കാതെ, വിഷാദപ്പെട്ടിരിക്കാതെ നമുക്ക് ഫേസ് ചെയ്യാനും, അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും, നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും തളരാതെ നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ അത്തരം ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കീപ്പ് ചെയ്യുക. സഹജീവികളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. നിങ്ങളും ഞാനും അനുഭവിക്കാൻ പോകുന്ന ആ ഒരു ഏകാന്തമായ ജീവിതത്തിൽ ഇടറി വീഴാതിരിക്കാൻ ഒരു പുഞ്ചിരിയോടുകൂടെ അതിനെയും നമ്മൾ നിസ്സാരമായി നമുക്ക് സന്തോഷത്തോടുകൂടെ ഫേസ് ചെയ്യാൻ ഉള്ള അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാം എത്തിപ്പെടട്ടെ. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ പരുവപ്പെടുത്തിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലുടനീളം. അങ്ങനെ ജീവിതം മുഴുവൻ വിജയത്തോടുകൂടി ഞാൻ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയല്ല, നമുക്ക് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ഒരു റെസ്റ്റ് ടൈമിൽ ഇരിക്കുമ്പോൾ നമ്മളോട് കൂടെ ഇരിക്കാൻ, നമ്മളുടെ കൈയൊന്ന് പിടിക്കാൻ,
അല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ ആരുമില്ലെങ്കിലും നമ്മൾ തളരില്ലെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് അത്തരം ആളുകളോടാണ്. അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ സൗഹൃദങ്ങൾ ഇന്ന് തന്നെ കീപ്പ് ചെയ്യുക. നല്ല സൗഹൃദ ബന്ധങ്ങളും നല്ല ബന്ധങ്ങളും പോസിറ്റീവായ ചിന്തകളുമായിരിക്കട്ടെ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ. ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഏകാന്ത ജീവിതത്തിൽ നിങ്ങളും ഞാനും തളരാതിരിക്കാൻ വേണ്ടി നമുക്കൊരുമിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം എങ്ങനെയായിരിക്കണം ഒരു നല്ല സുഹൃത്ത്, എങ്ങനെയായിരിക്കണം ഒരു നല്ല സൗഹൃദം കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം ഫാമിലി ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെ ഒരു ലൈഫ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നെല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും പറഞ്ഞ് നമ്മുടെ അറിവിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മളുടെ ലൈഫ് അവർക്കൊരു മോഡലായി കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കെല്ലാവർക്കും നേരിടാം ഏകാന്തത എന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ആ ഒരു ദുരവസ്ഥയെ പുഞ്ചിരിയോടുകൂടെ നേരിടാൻ നമ്മളുടെ മനസ്സ് ശരീരവും ഒരുക്കിയെടുക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.